ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് നത്തിങ് സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസംബർ മന്തിൽ ഞാൻ കണ്ടിട്ടുള്ള മലയാള സിനിമകളെ കുറിച്ചുള്ള ഒരു ഓവറോൾ വീഡിയോയും പിന്നെ അതിൽ ഏതാണെന്ന് എനിക്ക് പേഴ്സണലി ബെസ്റ്റ്, അതായത് തിയേറ്റർ വാച്ചിങ് തോന്നിയിട്ടുള്ള സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുള്ള ഒരു മാസമായിരുന്നു ഡിസംബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇഷ്ടം പോലെ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ, ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക ഒരു നെഗറ്റീവ് ക്യാരക്ടറിൽ വരുന്നതിലൊരു ടാഗ് ലൈനിലൂടെ വന്നൊരു സിനിമയായിരുന്നു കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് തന്നെയാണ് ഈ മാസം ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായ സിനിമ. എനിക്ക് ഒന്ന് ഈ മാസം കണ്ട പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തന്നത് മമ്മൂട്ടിൻ്റെ കളങ്കാവൽ തന്നെയാണ്. മമ്മൂക്കേൻ്റെ നെഗറ്റീവ് ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് അത് മാത്രം പടം കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഈ പടത്തിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം കളങ്കാവൽ എനിക്ക് വേർത്ത് തിയേറ്റർ വാച്ചിങ്ങിൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നൊരു പടമായിരുന്നു കളങ്കാവൽ. അതിനുശേഷം ഞാൻ കണ്ടിട്ടുണ്ടായ സിനിമയാണ് ഇന്ദ്രജിത്തിൻ്റെ ധീരം എന്ന് പറഞ്ഞിട്ട്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നൊരു പടമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി പടം കണ്ടിട്ട് ഒരു ത്രില്ലറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇജാതി വെറുപ്പിക്കൽ പടം, എൻ്റെ പൊന്നോ. അത് പറഞ്ഞെങ്കിൽ ഒരു സീരീസ് ഓഫ് മിസ്റ്ററി, കുറച്ച് കില്ലിങ് നടക്കുന്ന നാട്ടിൽ അത് അന്വേഷിക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ പോലീസ് ക്യാരക്ടർ അന്വേഷിക്കുന്നു. അങ്ങനെ പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി വേറെ എവിടെയോ ഒരു ടൈപ്പ് എത്തുന്ന ഒരു കേസ് അന്വേഷിച്ച് വന്ന് ഇത് വേറൊരു കേസിലേക്ക് മാറി അങ്ങനെ ഒരു ടൈപ്പിൽ പോകുന്നൊരു സംഭവമാണ്. ആ ഒരു ത്രെഡ് ലൈൻ പടത്തിൻ്റെ മോശം ഉണ്ടായിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫീൽ തോന്നണ്ടേ പടം കാണുന്ന സമയത്ത്. ഒരു സ്ഥലത്ത് പോലും എനിക്കൊരു പടം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ് പടം തുടങ്ങിയതിന് ശേഷം നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന ആളാണ് കില്ലർ അതൊരു വിചാരിക്കും. പക്ഷേ ഇങ്ങനെ പടം പോവാണ്. അതിനുശേഷം ആ ഇൻ്റർവെൽ ആകുന്ന സമയത്ത് നമുക്ക് വമ്പൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം വിചാരിച്ച ഒരാളല്ല കില്ലർ, പുതിയൊരാളാണ് കില്ലർ എന്ന് പറഞ്ഞിട്ട് ഇൻ്റർവെൽ പഞ്ച് എന്ന് പറഞ്ഞാൽ അതാവും. ഒരു സൈഡിൽ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ വേഴ്സസ് അടുത്ത ഈ വില്ലൻ അല്ലെങ്കിൽ ആ ക്യാരക്ടർ. പക്ഷേ എനിക്ക് പേഴ്സണലി പടം കണ്ടുകൊടുക്കുമ്പോൾ തോന്നുന്നു പറഞ്ഞെങ്കിൽ ഓക്കെ അതിനിപ്പോൾ ഞാനിപ്പോൾ എന്താ വേണ്ടേ, നമുക്കൊരു കണക്ഷൻ വരുന്നില്ല. ഇപ്പം ഈ വില്ലൻ ക്യാരക്ടർ അയാളായാലും നമുക്കൊരു ത്രില്ലിങ് എൻഗേജിങ് ഫീൽ വരണ്ടേ പടം കാണുന്ന സമയത്ത്. അത് കിട്ടുന്നുണ്ടായിട്ടില്ല പടത്തിൻ്റെ സമയത്ത്. ഇപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ഒരു ത്രില്ലർ പടം എന്നെല്ലാം പറയുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായത് വേട്ട അല്ലെങ്കിൽ ഏഞ്ചൽസ്, ആ ഒരു റേഞ്ചിൽ വരുന്ന പടമാണ്. ഇന്ദ്രജിത്ത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. എന്നുവെച്ചാൽ ഏത് ടൈപ്പ് ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് ഇന്ദ്രജിത്ത്. അപ്പം ആ പുള്ളീൻ്റെ ഇതിൽ കുറച്ചും കൂടി സ്ക്രിപ്റ്റ് സെലക്ഷൻ നമ്മൾ കുറച്ചും കൂടി അടിപൊളി സിനിമ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് ജാതി വെറുപ്പിക്കൽ പടം. സെക്കൻഡ് ഹാഫ് വന്ന പിന്നെ ഒന്നാമത് പടം സ്ലോ പേസ് പടമാണ്. പക്ഷേ സ്ലോ പേസ് പടങ്ങൾ എത്രയോ അടിപൊളി സ്ലോ പേസ് പടങ്ങളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കിടിലം പടങ്ങളുണ്ട്. ആദ്യം പ്രേക്ഷകനൊരു കണക്റ്റ് ആവണം പടം. ഇത് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അമ്പേ ഫെയിലർ ആവും. അതിനുശേഷം തുടങ്ങിയതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം സ്ലോയിൽ പോകുന്ന പടം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇട്ട് വെറുപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. എന്ത് വെറുപ്പിക്കൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു അറിയാം. ചെവി പൊത്തിയിരിക്കാൻ വേണ്ടി തോന്നിയൊരു സമയത്ത് ഞാൻ വിചാരിക്കുക ഏകദേശം 2.5 മണിക്കൂറിൽ കൂടുതലുണ്ട് സിനിമ. പക്ഷേ ഇതെന്താ തീരാത്തതെന്ന് സെക്കൻഡ് ഹാഫ് ഫുൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. ഈ കില്ലിങ്ങിൻ്റെ ബാക്കിലുള്ള ഒരു മോട്ടീവിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ, ബാക്ക് ഡ്രോപ്പ്, അത് മൊത്തത്തിൽ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഭയങ്കര വീക്കാണ്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടം എനിക്ക് വർക്കായിട്ടില്ല പേഴ്സണലി. ഇത് പടം കാണാൻ കുറച്ച് ധീരത വേണ്ടി വരും തന്നെ പറയേണ്ടി വരും. ഈ പടം ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായി. പക്ഷേ എന്താന്ന് പറയേണ്ടതെന്ന് അറിയുന്നതിൻ്റെ ആ സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ പടത്തിൽ. അതിന് ശേഷം കണ്ടിട്ടുണ്ടായ സിനിമയാണ് ബബ്ബ. ആ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായത് ഒരു ഓളത്തിൽ കാണാൻ പറ്റിയൊരു പടം. ദിലീപേട്ടൻ്റെ ഒരു ഫുൾ അഴിഞ്ഞാട്ടം മോഡൽ ആ ഒരു ടൈപ്പ് പടം. ലാലേട്ടൻ്റെ ന്യൂസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായി ലാലേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പക്ഷേ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ലാലേട്ടനിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും ലോജിക്കൊന്നും പ്രതീക്ഷിച്ച് പടത്തിന് വരണ്ടാന്നില്ല തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പടം ആ ഒരു മൈൻഡ് സെറ്റിൽ കാണാൻ പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഡേ ആ റിലീസിൻ്റെ സമയത്തും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ തിരക്കിലായി പോയി. അതിനുശേഷം ഞാൻ ഒന്നര ആഴ്ച കഴിഞ്ഞ ശേഷമാണ് പടം കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ പടം ഇറങ്ങുന്ന സമയത്തുണ്ടായ ഒരു സിറ്റുവേഷനും ന്യൂസും പ്രശ്നങ്ങളും പിന്നെ ഈ പടത്തിന് വന്ന നെഗറ്റീവ് റിവ്യൂസൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം കാണാൻ പോകാൻ വേണ്ടിയിട്ട് വലിയൊരു ഇതും ഉണ്ടായിട്ടില്ല. എന്തായാലും കാണണമെന്നുണ്ടായിന് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടാണ് പടത്തിൽ. പക്ഷേ എനിക്ക് പടം തുടങ്ങിയതിന് ശേഷം പടം തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ലോജിക് ഓൺലി എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ
പോലീസെല്ലാം അന്വേഷിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഈ പടം ഓക്കെ ഒരു ലോജിക്കും ഇല്ലാണ്ട് കാണേണ്ട ഒരു ടൈപ്പ് പടമാകുന്നു. പിന്നെ നേരത്തെ തന്നെ ഈ നെഗറ്റീവ് റിവ്യൂസിലും വന്നുകൊണ്ട് തന്നെ എനിക്ക് പടത്തിനെ കുറിച്ചൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഈ പടം കുറച്ച് വർക്കായിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഇരുന്ന് ഫണ്ണി കാണാൻ പറ്റിയൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ പടം. കുറേ ദിലീപും ഒരു 100 പോലീസും ഒറ്റയ്ക്കുള്ളൊരു ഫൈറ്റ്, പിന്നെ ദിലീപ് മറ്റേ മെഷീൻ ഗൺ പോലെ സാധനം കൊണ്ടുവന്നിട്ട് 10 പോലീസ് ജീപ്പ് വെടിവെച്ച് പൊളിക്കുന്നത് ചെയ്യുന്ന സീനെല്ലാം ഭയങ്കര ഓവറാണ്. പക്ഷേ സിനിമയിൽ തന്നെ ചോദിക്കുന്നത് ഇതൊക്കെ തെലുങ്കിൽ കണ്ടാൽ നമ്മൾ കൈയടിക്കും, മലയാളത്തിൽ നമ്മൾ കൈയടിക്കൂല. മൊത്തത്തിൽ കാണുമ്പം ഒരു ഫുൾ ഓവർ സംഭവമാണെങ്കിലും പക്ഷേ അവരത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പടത്തിൽ ഒട്ടും ലോജിക്കില്ലാത്ത കാര്യങ്ങൾ ഫുൾ ഒട്ടും ലോജിക്കില്ലാത്തത് തന്നെയാണ് സിനിമ അവരങ്ങനെ ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമേനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്ന സമയത്ത് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു ആവറേജ് വാച്ച് എന്നല്ല പറയേണ്ടി വരും ബബ. അതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് സർവം മായ എന്ന് പറഞ്ഞെങ്കിൽ നിവിൻ പോളി അജു വർഗീസ് കോംബോയ്സ് പാക്ക്. മൊറോവർ നിവിൻ പോളിൻ്റെ ഒരു കിടില സിനിമ കണ്ടിട്ട് കുറേ ആയി. അതുകൊണ്ട് നിവിൻ പോളിൻ്റെ പടം ഒരു ഫൺ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കുറേ ആയി. അപ്പം അങ്ങനെ വലിയൊരു സിനിമയാണ് സർവം മായ. ഇതും ഇറങ്ങുന്ന സമയത്ത് തന്നെ കാണണമെന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ കുറേ തിരക്കിൻ്റെ അടിയപ്പെട്ടിട്ട് അങ്ങനെ ഫുൾ കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പം ഈ റീസെൻ്റ്ലി 2 ദിവസം മുന്നേ ആണ് പടം കണ്ടിട്ടുണ്ടായത്. അപ്പോൾ പറഞ്ഞെങ്കിൽ ഫുള്ള് പടം കാണാൻ പോകുമ്പോൾ തന്നെ ഫുൾ പോസിറ്റീവ് റിവ്യൂ ആയിട്ടുണ്ടായത്. നിവിനേട്ടൻ്റെ കംബാക്ക്, നിവിൻ എൻ്റെ അജു വർഗീസ് കോംബോ എന്നെല്ലാം പറഞ്ഞിട്ട് ഫുൾ നല്ല റിവ്യൂ തന്നെ ഉണ്ടായത് പടത്തിന്. പക്ഷേ പടം കണ്ടു തുടങ്ങിയ സമയത്ത് നിവിനും അജു വർഗീസിൻ്റെയും കോമ്പിനേഷൻ പടം എല്ലാം കിടിലനായിട്ടുണ്ട്. അതായത് പടത്തിൻ്റെ ഒരു കോർ സംഭവം ഉണ്ടല്ലോ അത് കിടിലനായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടത്തിന് ഒരു വിസ്മയ തുമ്പത്തിൻ്റെ ഒരു ലൈറ്റ് ഹാർട്ടഡ് വേർഷൻ എന്ന് പറയേണ്ടി വരും. ആ ഒരു ടൈപ്പിലാണ് പടം. പിന്നെ കൂടുതൽ ഞാൻ പടത്തിനെ കുറിച്ച് പറയുന്നില്ല. നിവിൻ പോളി അജു വർഗീസ് കോംബോ അത് കിഡിലിനായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ ചിരിക്കാനും എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ കുറേ ചിരിക്കാനും കുറേ നിവിൻ്റെ ആ ഒരു സിറ്റുവേഷണൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ, സംഭവം ഉണ്ടല്ലോ, അത് കിഡിലിനായിട്ട് നിവിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടർ ഇപ്പോൾ നിവിൻ്റെ സേഫ് സോണിൽ നിന്ന് പോയിട്ടില്ല എന്നില്ല തന്നെ നമുക്ക് പടം കാണുമ്പോൾ തോന്നും. പക്ഷേ പടം കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ ഫുള്ള് ഇവരെ കുറച്ച് മോട്ടിവേഷണൽ പരിപാടി, കുടുംബങ്ങൾ വന്നിട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുന്നതും, പിന്നെ പടത്തിൻ്റെ സോങ്സ് ഒന്നും എനിക്ക് വലിയ സിങ്കായി തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഒരു പാട്ടെല്ലാം തുടങ്ങുന്ന സമയത്ത് ഓക്കെ പാട്ട് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, എന്താ തീരാത്തേ എന്ന് വിചാരിച്ചിട്ട്. പടം മുന്നോട്ട് സ്റ്റോറിയിലേക്ക് കൂടി പടം മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നിവിൻ അജുവിൻ്റെ ഇവർ പിന്നെ സ്ക്രീനിലേക്ക് വരാൻ വേണ്ടിയിട്ടാവും. ഇവരൊഴിച്ച് പിന്നെ പുതിയ ക്യാരക്ടർ ചെയ്തിട്ടില്ലേ കുട്ടി, റിയ എന്ന പേര് എന്നൊക്കെ തോന്നുന്നത്. ആ കുട്ടിയും അത്യാവശ്യം നല്ല ക്യാരക്ടറിന് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ പെർഫോമൻസ് എനിക്ക് തിയേറ്ററിൽ അവരെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടായിട്ടില്ല. അപ്പം പടം മൊത്തത്തിൽ എനിക്ക് ഒരു എബോ ആവറേജ് വാച്ച്, അത്ര കിഡിലൻ എക്സ്പീരിയൻസ് ഒന്നുമല്ല. പക്ഷേ നിവിൻ പോളിൻ്റെ അടുത്ത കാലത്ത് കണ്ട പടങ്ങളിൽ വെച്ചിട്ട് എനിക്ക് മോശമില്ലാത്തൊരു സിനിമ, ഒരു എബോ ആവറേജാണ്. അതിന് ശേഷം ഞാൻ പോയിട്ട് കണ്ടിട്ടുള്ള സിനിമയാണ് ഹാൽ എന്ന് പറഞ്ഞെങ്കിൽ ഷെന്നിയത്തിൻ്റെ ഒരു നല്ലൊരു മലയാള സിനിമ. ബൾട്ടി അടക്കം വന്നിട്ടുണ്ടായി, പക്ഷേ അതൊരു തമിഴ് ടച്ചിലൊരു പടമായിരുന്നു. പക്ഷേ ഷെയ്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു കിഡിലൻ സിനിമ, ഷെയ്ൻ്റെ പെർഫോമൻസ് ലെവൽ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ലെവലിലൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായത്. അപ്പോൾ ഹാലിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ആ വെയിറ്റിംഗ് സ്റ്റിൽ കണ്ടിന്യൂ. കാരണം പടത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നൊരു ടോപ്പിക് ഉണ്ട്, പടത്തിൻ്റെ കോർ സാധനം. അത് അത്യാവശ്യം ബോൾഡായിട്ടുള്ളൊരു സംഭവമാണ്. പ്രണയവും മതവും അതിൽ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് അത്യാവശ്യം മോശമില്ലാണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കോറിനെ ചുറ്റിയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും നമുക്ക് ഒട്ടും എത്ര കൺവിൻസബിളായി തോന്നിയിട്ടില്ല. സ്ക്രിപ്റ്റ് അതിൻ്റെയൊക്കെ ഭയങ്കര വീക്കായിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. പടത്തിൻ്റെ മ്യൂസിക്കും സംഭവം എനിക്ക് അത്ര മോശം തോന്നിയിട്ടില്ല. ഷെയ്ൻ പാടിയ ഒരു റാപ്പലുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ പടം മൊത്തത്തിൽ എനിക്ക് അത്ര വർക്കായിട്ടില്ല. ഒരു ബോൾഡായിട്ടുള്ളൊരു കാര്യം പടത്തിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഒട്ടും അത്ര കൺവിൻസിബിളായി തോന്നിയിട്ടില്ല. അപ്പം ഇത്രയാണ് ഈ മാസം ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമകൾ. വേറെയും കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് മമ്മൂട്ടിൻ്റെ സിനിമ ഇറങ്ങിയ അതേ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായ പൊങ്കാലി ഉണ്ടായിനി. പിന്നെ ഇപ്പം ആഘോഷം എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിലുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. കാരണം ഇതിലൊന്നും കാണാൻ വേണ്ടി തന്നെ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിട്ടില്ല. അപ്പം കണ്ട സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഈ മാസം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയേണ്ടത് കളങ്കാവൽ തന്നെയാണ്. അത് എസ്പെഷ്യലി അത് മമ്മൂട്ടിൻ്റെ പെർഫോമൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ മമ്മൂട്ടി ഒരു നോർമൽ ക്യാരക്ടറും വിനായകൻ ഒരു നോർമൽ ക്യാരക്ടർ ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ പടം ഇതിന് അത്ര ഇപ്പം കിട്ടിയിട്ടുള്ള അത്ര റീച്ച് കിട്ടുന്നില്ല ഇത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ മാസം ഇറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമ
ഏറ്റവും ബെസ്റ്റ് വേർത്ത് തിയേറ്റർ വാച്ചിങ് എന്ന് പറയുന്ന സിനിമ കളങ്കാവലാണ്. ഇതിപ്പോൾ ഇനി ജനുവരി ആയി. അപ്പോൾ ഈ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയൻ്റെ ജനനായകനാവും. വിജയൻ്റെ ലാസ്റ്റ് സിനിമ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതെന്താവും നമുക്കറിയില്ല. അത് മിക്കവാറും അടുത്ത ഇലക്ഷൻ റിസൾട്ടൊക്കെ നോക്കിയിട്ടായിരിക്കണം. പിന്നെ അതുപോലെ മലയാളത്തിൽ ചത്താ പച്ച, അതിന് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള പെടാൻ തോന്നുന്നു. അതിന് വെയിറ്റിംഗ് ആവുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.